ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലെന്ന അഭ്യൂഹത്തിൽ പ്രതികരിച്ച് കേരള പോലീസ്. രാഹുൽ പിടിയിലായിട്ടില്ല എന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി. രാഹുലിനെ കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കുമെന്ന അഭ്യൂഹത്തെ തുടർന്ന് സ്ഥലത്ത് BJP DYFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റിനെയും പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഒരു നാടകീയ സംഭവങ്ങൾക്കാണ് ഇന്ന് കാസർഗോഡ് ഹോസ്ദുർഗ് കോടതി സാക്ഷിയായത്. എന്താണ് ഈ അഭ്യൂഹം ഇങ്ങനെ പരക്കാനുള്ള കാരണം? ഒപ്പം രാഹുലിന്റെ അറസ്റ്റ് അത് എപ്പോഴുണ്ടാകും? അശ്വതി, ഏറെ നാടകീയമായ രംഗമാണ് കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ അല്പം മുൻപ് നടന്നത് എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാഹുലിനെ ഉടൻ ഈ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളൊരു അഭ്യൂഹമായിരുന്നു പരന്നിരുന്നത്. മാത്രമല്ല, അല്പസമയം മുൻപ്, അതായത് ഈ സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമായിരുന്നു ഈ ഹോസ്ദുർഗ് കോടതി പരിസരത്ത് പോലീസ് സേനാംഗങ്ങളൊക്കെ തന്നെ വിന്യസിക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൃത്യമായി തന്നെ രാഹുൽ ഒരു പക്ഷേ ആ ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് ഒക്കെ തന്നെ കാര്യങ്ങൾ കടന്നത് എന്നുള്ളതാണ്. അതായത് രണ്ട് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ കർണാടകയിൽ രാഹുൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലായിരുന്നു. മാത്രമല്ല, ഈ കർണാടകയിലെ ഒരു പ്രദേശത്ത്, അതായത് ഈ കാസർഗോഡിനോട് അടുത്ത് ചേർന്ന ഒരു പ്രദേശത്താണ് രാഹുലിനെ ഉള്ളത് എന്നുള്ളൊരു വിവരമായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഈ അതിനോട് ഏറ്റവും അടുത്തുള്ള, അധികം അകലെയല്ലാത്ത കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്തും എന്നൊരു സാധ്യത പോലീസിനുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ രാഹുൽ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ രാഹുലുമായി നേരെ പോലീസ് എത്താൻ പോകുന്നത് ഈ ഹോസ്ദുർഗ് കോടതിയിലേക്കായിരിക്കും എന്നുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു ആ പോലീസിനെ വിന്യസിപ്പിച്ചത്. മറ്റൊന്ന്, രാഹുലിന്റെ ഒരു അഭിഭാഷകൻ ഹോസ്ദുർഗിലുള്ള ഒരു അഭിഭാഷകനുമായി ഫോണിൽ സംസാരിച്ചു, ബന്ധപ്പെട്ടിരുന്നു, കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വന്നിരുന്നു. ഇങ്ങനെ ഇതിന്റെയൊക്കെ സാഹചര്യത്തിലാണ് ഈ ഹോസ്ദുർഗ് കോടതി പരിസരത്ത് സേനാംഗങ്ങളെ വിന്യസിപ്പിച്ചതും അവിടെ ആ രീതിയിലുള്ളൊരു രാഹുൽ ഉടൻ അവിടേക്ക് എത്തും എന്നുള്ളൊരു അഭ്യൂഹങ്ങളൊക്കെ തന്നെ പരന്നത് എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം അല്പം കഴിഞ്ഞതിന് ശേഷം പോലീസിനെ തന്നെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞിരുന്നത് രാഹുലിനെ പോലീസിന് പിടിക്കാൻ സാധിച്ചിട്ടില്ല, പോലീസിന്റെ കസ്റ്റഡിയിൽ രാഹുൽ ഇല്ല എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. തീർച്ചയായും അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും രാഹുൽ ഇതുവരെയും പിടിയിലായിട്ടില്ല. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയാണ് കാര്യം സ്ഥിരീകരിച്ചത്. രാഹുലിനെ സ്കെച്ച് ചെയ്തു കഴിഞ്ഞു, ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.